ഒരു ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം വളരെ ന്യൂട്രൽ ആയിട്ടായിരിക്കും പുറമേ കാണിക്കുക. അതിനുശേഷം പിന്നീട് എനിക്കൊരു വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയാകുന്നത്. ഈ വ്യക്തമായ രാഷ്ട്രീയം BJP ആണ് അല്ലെങ്കിൽ NDA ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായത് എപ്പോഴായിരുന്നു? ഞാനൊരു പാട്രിയോട്ടിക് ഒരു മനുഷ്യനാണ്. ഞാൻ ഈ കാർഡിയോളജി കോൺഫറൻസിലെ IJCTO എന്നൊരു കോൺഫറൻസ്, ഇൻഡോ ജാപ്പനീസ് CTO ക്ലബ് എന്ന മീറ്റിങ്ങിൽ കഴിഞ്ഞ 13 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പ്രാവശ്യം ട്രിവാൻഡ്രത്ത് ജൂണിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ജാപ്പനീസ് ഡോക്ടർമാരാണ് ലോകത്തെ ഏറ്റവും നന്നായിട്ട് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അത് ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ 100% ബ്ലോക്കിൻ്റെ ആൻജിയോപ്ലാസ്റ്റി. ഞാൻ അതിൻ്റെ ഇന്ത്യയിലെ കോഴ്സ് ഡയറക്ടറാണ്. അപ്പോൾ ഇത് ജനങ്ങളെ പഠിപ്പിക്കാൻ 700ഓളം കാർഡിയോളജിസ്റ്റ് വരും പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ജപ്പാൻ ഡോക്ടർമാർക്ക് ടിക്കറ്റ് അയക്കുമ്പോഴേ അവരെന്തു പറയുന്നറിയോ? അപ്പോൾ സാറേ ഞാൻ പറയും നമുക്ക് ചെന്നൈ, സിംഗപ്പൂർ ടോക്കിയോ, അല്ലെങ്കിൽ ടോക്കിയോ ഡൽഹി ടു ചെന്നൈ. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രം വന്നേ അങ്ങനെ. അപ്പോൾ ഇവരുടെ അടുത്ത് പറയുമ്പോൾ ടിക്കറ്റിൻ്റെ 3 ഓപ്ഷൻ അയച്ചാൽ ഇവർ പറയും എനിക്ക് നിപ്പോൺ എയർവേസ് മതി എന്ന് പറയും, അല്ലെങ്കിൽ ജപ്പാൻ എയർലൈൻസ് മതി എന്ന് പറയും. അപ്പം ഞാൻ പറയും അതിന് നിങ്ങൾക്ക് ആ ഇടയ്ക്കുള്ള എയർപോർട്ടിൽ 12 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ടേ, മറ്റേ നമ്മൾ 2 മണിക്കൂർ മതിയല്ലോ. ഇല്ല, എനിക്കത് മതി. അതാണ് ജാപ്പനീസ് പാട്രിയോട്ടിക്കാണ്. അവരുടെ രാജ്യമെന്ന് പറയുന്നതാണ് പ്രയോറിറ്റി. നമ്മളെ നാട് രാജ്യമെന്ന് പറഞ്ഞ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ, അത് BJP ആണ്. അമേരിക്കയേക്കാൾ എനിക്കിഷ്ടം എൻ്റെ നാടാണ്. എനിക്ക് തിരുവനന്തപുരത്തെക്കാൾ ഇഷ്ടം എൻ്റെ കൊല്ലമായിപ്പോയി. എൻ്റെ നാടാണ് എൻ്റെ പ്രശ്നം. എൻ്റെ അമ്മയും എൻ്റെ നാടുമാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം. അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്നത്. ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ അത് എൻ്റെ നാടിനെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പാട്രിയോട്ടിസം പ്രാക്ടീസ് ചെയ്യാൻ BJPയേക്കാൾ നല്ലൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. കാരണം അവരുടെ മിഷൻ തന്നെ അവിടെ നിങ്ങളെല്ലാവരും അവരുടെ സെക്യുലർ പാർട്ടി തന്നെയാണ്. അതിനകത്ത് ആൾക്കാർ പറയുന്ന കഥയേക്കാൾ ഭാരതം ഇഷ്ടപ്പെടുക, ഇന്ത്യ ഇഷ്ടപ്പെടുക, അതാണ്. ഇന്ത്യയും ഭാരതവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ എനിക്കിഷ്ടമാണ്. അത്രയേ ഉള്ളൂ.